അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാന്മാർക്ക് നേദിക്കാനുള്ള കള്ള. അതാണ് ആചാരം. അയ്യോ, നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ? വന്ന സ്ഥിതിക്ക് പെണ്ണാണല്ലേ നടക്കട്ടെ അല്ലേ? അതെ 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 അതെ. ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. മുണ്ടുപൊക്കി കാണിക്കില്ല, അത് എവിടുത്തെ ആചാര? അത് ആചാരല്ല, അപായമാണ്. ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പകരം മുണ്ടുപോക്കി കാണിക്കും. അപ്പ സ്ഥലം വിട്ടോളാം. ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടു പോകുമെന്നാണ്. പിന്നെ യുദ്ധമാണ് തമ്പ്രാക്കളെ, യുദ്ധം. അല്ല, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? പറഞ്ഞാലും കേട്ടാലും വല്ലവരും വിശ്വസിക്കോ? തങ്കപ്പെട്ട ഒരു പെണ്ണിനെയും എണ്ണിയാലൊടുങ്ങാത്ത സ്വത്തും വേണോ? അത് വേണം. എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമസ്കാരം. വരിക, ഇരിക്കുക, ഇരിക്കുക. നമസ്കാരം, നമസ്കാരം. എടുക്ക. ഈശ്വര, അണ്ണാ, അവര് ചടങ്ങ് തുടങ്ങി. ചെല്ലു കുടിക്ക്. കുടിക്കണോ? അതിനെന്താ, പാലല്ലേ? ചെല്ലേ. ഈശ്വര, അതെടുത്തോളൂ. അഗ്നിദേവ. ഈ പാലിനെന്താ ഇത്ര പുളിപ്പ്? തളിപ്പറമ്പിൽ ഇന്നലെ പുറപ്പെട്ടതല്ലേ, അതാ പുളിപ്പ്. അച്ഛാ, ഭയങ്കര കള്ളുടിയന്മാരാ. നോക്കി, പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാനുള്ളതാ, നിഷേധിക്കാനുള്ളതല്ല. എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. ചെറുക്കനെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിന്നെ ആചാരം വിടണ്ട. എന്ത്? മുണ്ട് മുണ്ട് മുണ്ടാ? മുണ്ട് പൊക്കണം. ഞാൻ പൊക്കണ? നീ പൊക്ക്. മൂത്താള് ചേട്ടനല്ലേ, പൊക്കിക്കോ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂത്ത മന്നാടിയാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. വാളെടുക്കടാ വീര, യുദ്ധം തുടങ്ങ്. ലീലാമണി, കൊണ്ടുവാ. അച്ഛാ, അമ്മാവ, എല്ലാവരും ഓടിക്കോ.